Good morning. Good morning, Miss. Good morning, Miss. Good morning. Can you hear me? Good morning, Miss. Good morning. Can you hear me? Yes. Yes. Amrita, Yes. where is your uniform? മറന്നുപോയോ? എന്താണ്? Uniform ഇടണം. വേണ്ടേ? മിസ്സേ ബുധനാഴ്ച യൂണിഫോം ഇടണോ? വെനസ്ഡേ യൂണിഫോം ഇടാറില്ല അല്ലേ? ഓക്കെ. Are you ready? Yes. Yes. Take your maths textbook. ഏതായിരുന്നു കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത്? എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. മക്കളെല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. ബിയോണ, അയാൻ വിജേഷ്, ഷഹബറ, ഷയാൻ, നീലാഞ്ജന, ഇത്രയും പേര് വീഡിയോ ഓൺ ചെയ്യാനുണ്ട്. എന്താണ്? വീഡിയോ ഓൺ ചെയ്തു എല്ലാവരും? ഓക്കെ, എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തേ. പ്രസന്റ് ടൈപ്പ് ചെയ്യുക. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? യെസ്. കഴിക്കാത്തവരുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നവരുണ്ടോ? മിസ് ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. എങ്ങനെ? ഞാനും ചായ കുടിച്ചിട്ടേല്ലോ. ഓ, ഞാൻ രാവിലെ ചായ മദ്രസയിൽ പോയി. അതെയോ? ഞാൻ ചായ കുടിച്ചിട്ടേല്ലോ. അതെയോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഓക്കെ. ക്ലാസ് കഴിഞ്ഞ ഉടനെ കഴിച്ചാൽ മതി കേട്ടോ. മദ്രസ ഉള്ളവരെന്ത് ചെയ്യണ്ട പിന്നെ? ഓക്കെ. ബാക്കി കുറച്ച് പേര് കൂടി വീഡിയോ ഓൺ ചെയ്യാനുണ്ടല്ലോ. വീഡിയോ ഓൺ ചെയ്തേ. നമ്മൾ ലാസ്റ്റ് ഏത് ലെസൺ എടുത്തത്? ഷേപ്സ് ആൻഡ് പാറ്റേൺസ് അല്ലേ? ഷേപ്സ് ആൻഡ് പാറ്റേൺസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? ആ പാഠത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? സ്ട്രെയിറ്റ് ലൈൻസും കർവ്ഡ് ലൈൻസും പഠിച്ചു അല്ലേ? സ്ട്രെയിറ്റ് ലൈൻസും കർവ്ഡ് ലൈൻസും പഠിച്ചു. ഇതിനെന്താ പറയാ? ക്യാൻ യു സീ ദ ത്രെഡ്? സ്ട്രെയിറ്റ് ലൈൻസ്. ആണല്ലേ? ഇതിങ്ങനെ ലൂസ് ആണെങ്കിൽ ഇതിനെന്താ പറയാ? കർവ്ഡ് ലൈൻസ് അല്ലേ? അപ്പൊ സ്ട്രെയിറ്റ് ലൈനും കർവ്ഡ് ലൈൻസും കണ്ടാൽ മനസ്സിലാവുമല്ലോ. യെസ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഷേപ്സുകൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ പഠിച്ചത്?
റെക്റ്റാങ്കിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, റെക്റ്റാങ്കിൾ പഠിച്ചിട്ടുണ്ട്, സ്ക്വയർ പഠിച്ചു, സർക്കിൾ പഠിച്ചു, ട്രയാങ്കിൾ പഠിച്ചു അല്ലേ? അതില് ഞാൻ ചോദിക്കട്ടെ, റെക്റ്റാങ്കിളിന് എന്താണ് പ്രത്യേകത? റെക്റ്റാങ്കിൾ എങ്ങനെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുക? റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ അല്ല കേട്ടോ. എങ്ങനെ? മാറി മാറി 4 വശവും സെയിം ആയത് ഏതാണ്? സ്ക്വയർ അല്ലേ? 4 സൈഡും സെയിം ആണെങ്കിൽ അതാണ് സ്ക്വയർ. 2 വശം വീതം ആ, 2 വശങ്ങൾ നല്ല ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡുകള് ഒരുപോലെ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റെക്റ്റാങ്കിൾ അല്ലേ? റെക്റ്റാങ്കിളിന്റെ എക്സാമ്പിൾ ആണ് നിങ്ങളെ കയ്യിലിരിക്കുന്ന എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ. എന്ത്? മൊബൈൽ ഫോൺ. അതെ, ദീർഘചതുരം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടല്ലേ? നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ അതിൻ്റെ ഒരു മോഡലാണ് അല്ലേ? അതായത് ഓപ്പോസിറ്റ് സൈഡാണ് സെയിം ആയിട്ടുണ്ടാവുക. സ്ക്വയറിന് എന്താ ഉണ്ടാവുക? 4 സൈഡും സെയിം ഉണ്ടാവും, 4 വശവും ഒരേപോലെ. ആ, പിന്നെ നമ്മൾ പഠിച്ചത് സർക്കിൾ ആണല്ലേ? സർക്കിൾ നമുക്ക് അറിയാലോ, റൗണ്ട് അല്ലേ? ട്രയാങ്കിളിന് എത്ര വശങ്ങളുണ്ട്? 3 സൈഡ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രയാങ്കിള്. അപ്പൊ അത് 4 നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇനി നമ്മള് അതുപോലെ ഈ സ്ട്രെയിറ്റ് ലൈൻ 3 വിധത്തിലുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ, ഇതിൽ നമ്മൾ പഠിച്ച സ്ട്രെയിറ്റ് ലൈൻ. ഇതിനെ നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ എന്നും പറയും. സ്ലീപ്പിംഗ്, നമ്മൾ കിടന്നുറങ്ങുന്നത് പോലെ സ്ലീപ്പിംഗ് ലൈൻ കേട്ടോ. എന്ത് പറയും? സ്ലീപ്പിംഗ് ലൈൻ. ഇനി ഇത് നേരെ നമ്മൾ ഇതാ ഇങ്ങനെ പിടിച്ചാലോ, ഇതിനെന്താ പറയാന്നറിയോ? ഈ ലൈനിനെ സ്റ്റാൻഡിംഗ് ലൈൻ. സ്റ്റാൻഡിംഗ്, നമ്മൾ അസംബ്ലിക്കൊക്കെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നില്ലേ? എന്താ പറയാ? സ്റ്റാൻഡിംഗ് ലൈൻ. ഇനി കുറച്ച് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണെങ്കിലോ അതിനെ പറയാ സ്ലാൻഡിംഗ് ലൈൻ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ലെസണിൽ ഒരു വർക്ക് മിസ് തരാം, ഒരു എക്സ്ട്രാ വർക്ക്. നിങ്ങളെ വീട്ടിൽ ലേഡി ഫിംഗർ ഉണ്ടോ? ലേഡി ഫിംഗർ എന്ന് പറഞ്ഞാൽ എന്താ? വെണ്ടയ്ക്ക സാമ്പാറിലൊക്കെ കൊടുന്ന ലേഡി ഫിംഗർ ഉണ്ടോ? എനിക്കറിയാം ഈ വെണ്ടയ്ക്ക. മിസ് പറഞ്ഞ ശ്രദ്ധിക്കേ. അതായത് ഈ ലേഡി ഫിംഗർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു ലേഡി ഫിംഗർ അമ്മയോട് ചോദിച്ചു വാങ്ങുക. ഒറ്റ മാത്രമേ, വെറുതെ എല്ലാം എടുക്കരുതേ. ഒരു ലേഡി ഫിംഗർ നിങ്ങൾ ചോദിച്ചു വാങ്ങുക. അമ്മയോട് അത് 2 പീസാക്കി തരാൻ പറയോ? എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലതും ഒന്ന് പ്രസ് ചെയ്യുക, ആ മുറിച്ച ഭാഗം. എന്നിട്ട് നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ ഒന്ന് അമർത്തി വെച്ച് നോക്കിക്കോ. അതിൽ പല രൂപങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? പല ഷേപ്സും കാണാൻ വേണ്ടി പറ്റും. പേജ് നമ്പർ 144 ലാസ്റ്റ് ഇതാ കൊടുത്തിരിക്കുന്ന വർക്ക് അതാണ്. ടേക്ക് എ ലേഡീസ് ഫിംഗർ ആൻഡ് ആസ്ക് മമ്മി ടു കട്ട് ഇറ്റ് ഇൻടു 2 പീസസ്. അമ്മയോട് ചോദിച്ചിട്ട് ഒരു ലേഡി ഫിംഗർ വാങ്ങുക, അമ്മയോട് അത് 2 പീസായിട്ട് കട്ട് ചെയ്ത് തരാൻ വേണ്ടി പറയാം കേട്ടോ. ലേഡി ഫിംഗർ മാത്രം. ഓക്കെ. ഡിപ്പ് ദ 2 പീസസ് ഇൻ ഡിഫറെന്റ് കളേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഫറെന്റ് കളേഴ്സ് ഉപയോഗിച്ച്
ഉജാല, അതായത് അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്, കളേഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാ? പ്രസ് ദം ഓൺ വൈറ്റ് പേപ്പർ ടു മേക്ക് ബ്യൂട്ടിഫുൾ പാറ്റേൺസ്. നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ അതായത് അതെന്ത് ചെയ്യുക, കളറിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ബ്യൂട്ടിഫുൾ പാറ്റേൺസ്, നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മനോഹരമായ മോഡലുകൾ കിട്ടും. ആ ബോക്സിൽ കണ്ടോ നിങ്ങൾ? അവർ ലേഡി ഫിംഗർ കൊണ്ട് വെച്ചത് കണ്ടോ നിങ്ങൾ? മോഡൽ കണ്ടോ? എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ? പല കളേഴ്സിൽ കണ്ടോ? ചെയ്ത് നോക്കൂ നിങ്ങള്. ആ, ഒറ്റയ്ക്ക് ചെയ്യരുത്, അമ്മയോടും കൂടി ഹെൽപ്പ് വാങ്ങാട്ടോ. ഓക്കെ, ഇനി പേജ് നമ്പർ 145 ആണ് ഇനി നമ്മൾ പറയേണ്ടത് അല്ലേ? 145 ഒരു വർക്ക് പറഞ്ഞു. സെക്കൻഡ്, think and answer. Look at these numbers. They are colored in a certain order of pattern. Can you complete these patterns and say what the numbers are called? അത് കുറേ നമ്പേഴ്സ് കണ്ടോ നിങ്ങള്? മാലയിലെ മുത്തുമണികൾ പോലെ 1 2 3 4 5 6 7 8 9 10 11 12 കണ്ടോ? കണ്ടോ? കണ്ടു. ആ, അതിന് തൊട്ട് താഴെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ. 1 3 5 7 ഡാഷ് ഡാഷ് കണ്ടോ? അതെങ്ങനെയാ കണ്ടുപിടിക്കുക? 1 കഴിഞ്ഞാല് നമ്മൾ നെക്സ്റ്റ് നമ്പർ ഏതാ പഠിച്ചേ? 2 ആണല്ലേ? അവിടെ 2 ഇല്ലല്ലോ. 2 കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഏത് നമ്പറാ കൊടുത്തിരിക്കുന്നത് നോക്കിയേ? 3 ആണല്ലേ? അപ്പൊ 1 കഴിഞ്ഞിട്ട് 2 തന്നിട്ടില്ല, 3 ഉണ്ട് അവിടെ. 3 കഴിഞ്ഞിട്ട് 4 ഉണ്ടോ അവിടെ? പിന്നെ 5. 5 കഴിഞ്ഞ് നെക്സ്റ്റ് സംഖ്യ ഏതാണ്? 5 കഴിഞ്ഞ് 6 അവിടെ ഉണ്ടോ? നെക്സ്റ്റ് ഏത് സംഖ്യ കൊടുത്തത്? 7. അപ്പൊ 7 കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ ഉണ്ടോ? 8 ഉണ്ടോ അവിടെ? ഇല്ല. അവിടെ ഏത് സംഖ്യ കൊടുത്തത്? 9. 9 കഴിഞ്ഞിട്ട് ഇനി ഏത് സംഖ്യ നമ്മൾ അവിടെ ചേർക്കേണ്ടത്? 10 ആണോ? 10 ചേർക്കരുത്. നമ്മൾ ഏത് സംഖ്യ ചേർക്കേണ്ടത്? 11. അവിടെ ഏത് സംഖ്യ ചേർക്കണം? 11 ചേർത്ത് വെച്ചേ. അപ്പൊ ഇതിന് നമ്മുടെ ഒറ്റ സംഖ്യകളാണിത്. ഒറ്റ സംഖ്യകളാണ് ഇത്. ഇത് നമ്മൾ എന്താ പറയാ? ഓഡ് നമ്പേഴ്സ്. ODD. അവിടെ നമ്പേഴ്സിന്റെ മുന്നിൽ എന്ത് ചേർക്കണം? ODD. 1 3 5 7 9 11. ഇനി 11 കഴിഞ്ഞിട്ട് ഏത് സംഖ്യ ആയിരിക്കും വേണ്ടത്? 13. 13 കഴിഞ്ഞ് നെക്സ്റ്റ് സംഖ്യ ഏതാ ചേർക്കേണ്ടത്? 15 അല്ലേ? അങ്ങനെയാണ് അതിന്റെ നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുക. എല്ലാവരും മ്യൂട്ട് ചെയ്തേ. മിസ് പറയട്ടെ. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചേ. നിങ്ങൾ സംസാരിക്കുന്ന മിസ് കേൾക്കുന്നു. ഫാത്തിമ ഇങ്ങോട്ട് നോക്ക്. മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. മക്കള് ക്വസ്റ്റ്യന്റെ മോഡൽ എങ്ങനെയാന്ന് നോക്കണം. നമ്മളിപ്പോ നേരത്തെ വാട്ട് വിൽ കം നെക്സ്റ്റ്, ഡ്രോ ഇറ്റ് അല്ലേ? സ്ക്വയർ, ട്രയാങ്കിള്, നെക്സ്റ്റ് എന്താന്ന് നമ്മൾ വരച്ചു വെച്ചു. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഏത്? ഇത്. എങ്ങനെ? 1 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സംഖ്യ 3 ആണ്. 3 കഴിഞ്ഞിട്ട് 4 ഇല്ല, അവിടെ ഏതാണ്? 5 ആണ്. 5 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സംഖ്യ എവിടെ ഇല്ല, പകരം 7 ആണ്. അപ്പൊ അതനുസരിച്ചാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം?
ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ആൻസർ കണ്ടുപിടിക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് അങ്ങ് 9 കഴിഞ്ഞാൽ 10 ആണ് വേണ്ടതെന്ന് പറയരുത്, എഴുതരുത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും? ഓഡ് നമ്പേഴ്സ്. ODD. ഷഹബറേ, ഷഹബറ, ഷഹബറ. ഷഹബറയാണോ എഴുതുന്നത്, ഉമ്മയാണോ എഴുതുന്നത്? ഓടിക്കോറ, ഓടിക്കോ. എഴുതുന്നില്ലേ? ഓഡ് നമ്പേഴ്സ്. ODD. ഓഡ് നമ്പേഴ്സ് ബ്രാക്കറ്റിൽ ഉണ്ടാവണം. നെക്സ്റ്റ് അതുപോലെ വേറൊരു മോഡലാണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന സംഖ്യ. ശ്രദ്ധിച്ച് പറയണേ. 2 അവിടെ ഉണ്ടല്ലേ, 2. നെക്സ്റ്റ് 3 ഇല്ലല്ലോ, 4 ആണല്ലേ. 4 കഴിഞ്ഞ് നെക്സ്റ്റ് ഏതാണ്? 6. 6 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 8. അപ്പൊ നെക്സ്റ്റ് ഏതായിരിക്കും? 10. അപ്പൊ 2 കൂട്ടി എഴുതാനാണ് അതല്ലേ. പ്ലസ് 2 ആഡ് ചെയ്ത് പോകേണ്ടതാണ്. 10 കഴിഞ്ഞ് നെക്സ്റ്റ് സംഖ്യ ഏതായിരിക്കും? 12. മാറിപ്പോലെ. 2, 4, 6, 8. 8നോട് 2 കൂട്ടി കഴിഞ്ഞാൽ 10. 10നോട് വീണ്ടും 2 പ്ലസ് 2 ആഡ് ചെയ്താൽ 12. 12 കഴിഞ്ഞ നെക്സ്റ്റ് സംഖ്യ ഏതായിരിക്കും? എഴുതരുത്. 12 കഴിഞ്ഞാൽ 14. 14 കഴിഞ്ഞ നെക്സ്റ്റ് സംഖ്യ 16 കഴിഞ്ഞ നെക്സ്റ്റ് ഏതായിരിക്കും? 18 കഴിഞ്ഞ നെക്സ്റ്റ് 20. വെരി ഗുഡ്. നല്ല മക്കളാണല്ലേ, എല്ലാവരും നല്ല മക്കളാണല്ലേ. ഇപ്പോഴെല്ലാം ആൻസർ പറയുന്നുണ്ട്, പിന്നെ കിട്ടും ചെയ്യില്ല. അപ്പൊ ഇതിന് നമ്മൾ എന്താ പറയാന്നറിയോ? ഈവൺ നമ്പേഴ്സ്. EVEN. EVEN. Even numbers. NUMBERS. ബ്രാക്കറ്റിൽ എവിടെ എഴുത്? സ്വന്തമായിട്ട് എഴുത. എല്ലാവരും മടിയന്മാരായിട്ട് ഇരിക്കല്ലേ, അമ്മമാരെ കൊണ്ട് ചെയ്യിക്കല്ലേ. നല്ല മക്കളാണ്, നല്ല മക്കളാണ്. നിങ്ങൾ തന്നെ ചെയ്ത മിസ് പറഞ്ഞുതരും. ഈവൺ നമ്പേഴ്സ്. EVEN. ബ്രാക്കറ്റിൽ എഴുതേണ്ടത് EV. ഡാനിയൽ എഴുതിയോ? എഴുതുന്നാല് എവിടെ? നിന്റെ കയ്യിൽ പെൻസിൽ കാണുന്നില്ലല്ലോ. പെൻസിലൊന്നും എടുത്തില്ല, പിന്നെ എന്തെടുത്തിട്ട് എഴുതുന്നത്? റയാൻ എഴുതിയോ? പറയും. ഇവൺ. EVEN. EVEN. Even numbers. ഇതാ മിസ് ബോർഡിൽ ഇതാ സ്ക്രീനിൽ നോക്കിയിട്ട് നോക്കിക്കോ. ഈവൺ നമ്പേഴ്സ്. EVEN. NUMBERS. Even numbers. എഴുതിയോ? ഇരട്ട സംഖ്യകൾ എന്ന് പറയും. ഓക്കെ, ഫിനിഷ്. നെക്സ്റ്റ് വർക്ക് പറയട്ടെ. എഴുതിയ മക്കളെല്ലാവരും റയാൻ എഴുതിയ മോനെ?
റയാൻ എഴുതിയോ? ഓക്കെ. സൽമാൻ നാസർ എഴുതിയോ? ഓക്കെ. എന്തൊരു ഉഷാറില്ലാത്തെ? സൽമാൻ ചായ ഒന്നും കുടിച്ചില്ല തോന്നല്ലോ. ആദ്യത്തെ എഴുതിയില്ലേ മോനെ? നിയാദാസ് എഴുതിയോ? ഓക്കെ. നാസ എഴുതിയോ? നാസ എഴുതിയോ? നീലാഞ്ജന സാവിയോ? എഴുതി. ജോവിൻ ജോയലും എഴുതിയില്ലേ? യെസ്. ദീക്ഷിത് ഓക്കെ. ബിയോണ? ബിയോണനെ കാണുന്നേ ഇല്ല. ഇഷിക? യെസ്. സെറ മരിയ? യെസ്. ജിയ റോസ്? അനാമിക? ഫാത്തിമ? ഏഞ്ചൽ? മിസ് എനിക്ക് ടെസ്റ്റ് ഇല്ല. ഓ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ അല്ലേ? മിസ് അത് ഗ്രൂപ്പിൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചാൽ എഴുതാമോ? എഴുതി വെക്കുമോ നോട്ടില്? ഓക്കെ. റിച്ചാർഡ് എഴുതിയോ? ആയുഷ്? ഡാനിയൽ കഴിഞ്ഞോ? മിസ് പേജ് നമ്പർ മനസ്സിലായില്ല. പേജ് നമ്പർ 145. അപ്പൊ നീ ഇത്രയും സമയം ഏത് ടെക്സ്റ്റ് ബുക്കാ എടുത്തിട്ട് നോക്കുന്നേ? മാം ശരിയാണ്, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായി. ഇപ്പം ശരിയായിരുന്നു. ഏത് ക്വസ്റ്റ്യൻ ആണ് 145? പേജ് നമ്പർ 145 ആ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. തിങ്ക് ആൻഡ് ആൻസർ നിലയിൽ 1 മുതൽ 12 വരെ കണ്ടോ ഒരു മാല പോലെ നമ്പേഴ്സ്? പേജ് നമ്പർ 145. ഈ പേൾസിന്റെ ബുക്ക് അല്ലേ സെമസ്റ്റർ 2? സെമസ്റ്റർ 1 ആണ്. 1 കംപ്ലീറ്റ് ആയില്ലല്ലോ. 1 ആണ് എടുക്കുന്നത്. 1 സാർ നമുക്ക് തന്നു. സാർ പറഞ്ഞു 1 തീർന്നില്ല, 2 തന്നത്. എങ്ങനെ? 2 തന്നത്. സാറ് പറഞ്ഞു 1 കംപ്ലീറ്റ് ആയില്ലേ, അപ്പം 2 എടുത്തോ, 2 തന്നത്. അതെയോ? ഇല്ല, 1 കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ആ കാര്യങ്ങളാണ് ഞാൻ ഒന്നും കൂടി പറയുന്നത്. അപ്പൊ ഒരു പാഠം കൂടി അതിലുണ്ട് ക്ലോക്കിനെ കുറിച്ച്. അപ്പൊ ഞാനത് കംപ്ലീറ്റ് ആവാതെ അതില് പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പറഞ്ഞിട്ട് അതൊന്നും തീർക്കാതെ രക്ഷയില്ലല്ലോ. അപ്പൊ ഞാൻ വാട്സാപ്പിൽ അയച്ചോ? ഓ വാട്സാപ്പിൽ അയച്ചോ ക്ലാസ് കഴിഞ്ഞിട്ട്? ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നിങ്ങളെ വാട്സാപ്പ് നമ്പറിൽ നിന്ന് ഒന്ന് പേരും ക്ലാസ്സും അയച്ചു തന്നാ മതി. അപ്പൊ ഞാൻ അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചുതരാം. ഓക്കെ. മക്കളെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരെല്ലാവരും മിസ്സിന് പേഴ്സണലായിട്ട് വാട്സാപ്പിൽ ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് വിടുക കേട്ടോ. മിസ് അതിന്റെ പേജ് അയച്ചുതരാം. അതിൽ വേണ്ടുന്നത് പ്രധാനപ്പെട്ടത് മാത്രം അയച്ചുതരാം. അത് നിങ്ങളൊന്ന് എഴുതിയാൽ മതി കേട്ടോ നോട്ട്ബുക്കിലേക്ക്. ഇമ്പോർട്ടൻസ് മാത്രമേ മിസ് പറയുന്നുള്ളൂ, ഫുള്ളൊന്നും പറഞ്ഞിരുന്നില്ല. ഓക്കെ. നമുക്ക് അതിലൊരു ചാപ്റ്ററും കൂടി തീരാനുണ്ട്, എന്നാലേ നമുക്ക് സെക്കൻഡ് സെമിസ്റ്റർ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതില് നെക്സ്റ്റ് ഏതാണ്? ദിസ് ഈസ് ദ നാഷണൽ ഫ്ലാഗ് ഓഫ് അവർ കൺട്രി. നമ്മൾ നാഷണൽ ഫ്ലാഗ് കണ്ടോ നിങ്ങൾ എല്ലാവരും? നാഷണൽ ഫ്ലാഗ് ഓഫ് അവർ കൺട്രി ഇന്ത്യ. വി റെസ്പെക്ട് അവർ നാഷണൽ ഫ്ലാഗ്. നമ്മൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യാറില്ലേ നാഷണൽ ഫ്ലാഗിനെ കാണുമ്പോൾ? റെസ്പെക്ട് അറിയല്ലേ? ആദരിക്കാറില്ലേ? ബഹുമാനിക്കാറില്ലേ? റെസ്പെക്ട് ചെയ്യാറില്ലേ? നമ്മൾ വേറെ എന്താ ആരെ കാണുമ്പോഴാ റെസ്പെക്ട് ചെയ്യാ? ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോഴല്ലേ, നമ്മളെക്കാളും മുതിർന്നവരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
റെസ്പെക്ട് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റെസ്പെക്ട് ചെയ്യും. കാരണം എന്താണ്? നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഓഫ് അവർ കൺട്രി അല്ലേ? നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഫ്ലാഗ് ആണത്. വി റെസ്പെക്ട് അവർ നാഷണൽ ഫ്ലാഗ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ഷേപ്സ് ഓഫ്, നമ്മുടെ അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിന്റെ ഷേപ്പ് എഴുതാനുണ്ട്. ഷേപ്പ്. ദ സാഫ്രോൺ സ്ട്രിപ്പ്, the shape of the saffron strip. Dash the Ashok Chakra. അതില് റെക്ടാങ്കിളിന്റെ മോഡലിലാണ് വരുന്നത് അല്ലേ? അപ്പൊ ഡാഷ് എന്നുള്ളടുത്ത് ഫസ്റ്റ് ഡാഷ് എന്നുള്ളടുത്ത് എന്ത് എഴുതണം? റെക്ടാങ്കിൾ. RECTANGLE. റെക്ടാങ്കിളിന്റെ മോഡലിലാണ് ഫ്ലാഗ് ഉണ്ടാവുക. അപ്പൊ അവിടെ ഫസ്റ്റ് ഫില്ല് ചെയ്യേണ്ടത് റെക്ടാങ്കിൾ. നെക്സ്റ്റ് ഫില്ല് ചെയ്യേണ്ടത് അശോക് ചക്ര. ഏത് മോഡലാണ്? ഏത് ഷേപ്പാണ്? റെക്ടാങ്കിളിന്റെ സ്പെല്ലിംഗ് മിസ്സിന് പറയില്ലല്ലോ. മിസ് കഴിഞ്ഞ ദിവസം സ്പെല്ലിംഗ് പഠിക്കാൻ പറഞ്ഞതല്ലേ? സർക്കിൾ ആണ് അശോക് ചക്ര. ഇങ്ങനെയാണ് എഴുതേണ്ടത്. കണ്ടോ നിങ്ങള്? കണ്ടോ? റെക്ടാങ്കിൾ. RECTANGLE. റെക്ടാങ്കിൾ. നെക്സ്റ്റ് എന്താണ്? സർക്കിൾ. റെക്ടാങ്കിൾ, സർക്കിൾ. അശോക് ചക്ര ഏതാ വരിക? സർക്കിള്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ആ ലെസണിലുള്ളത്. നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത്. മക്കളെ, മിസ്സിന് ഒരു ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ ഇനി തീരാനുണ്ട്. സെക്കൻഡ് സെമസ്റ്റർ കൂടി ഉണ്ട് അത്രേ ഇല്ലേ? അപ്പൊ നമുക്ക് ഇതിലൊരു പാഠഭാഗം കൂടി ഉണ്ട്. ഏത്? ടൈം. ടൈം പഠിക്കണ്ടേ നമുക്ക്? ടൈം ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ടൈം വേണ്ടേ നമുക്ക്? അപ്പൊ ടൈം കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്. മിസ് പറയട്ടെ, നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെക്ക. മിസ് പറയട്ടെ. അതായത് നെക്സ്റ്റ് നമുക്ക് ചാപ്റ്റർ, എട്ടാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് സെമസ്റ്ററിലെ എട്ടാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ടത് ഏതാണ്? ടൈം. ടൈം എന്ന് പറഞ്ഞാല് സമയം. ടൈം അല്ലേ? അനിരുദ്ധേ, അനിരുദ്ധ ഒന്നും മിണ്ടൂല. പാവം മോനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ടൈം. ടൈം നിങ്ങൾക്ക് സമയം നോക്കാൻ അറിയോ? ക്ലോക്കിലും വാച്ചിലും ഒക്കെ? മൊബൈലിൽ അറിയാല്ലേ? മൊബൈലിൽ എല്ലാവരും വേഗം മൊബൈൽ ഓൺ ആക്കിയിട്ടല്ലേ നിങ്ങൾ സമയം നോക്കാറ്? മടിയന്മാര്. ക്ലോക്കിൽ സമയം നോക്കൂല അല്ലേ? മൊബൈലിൽ. നമ്മൾ എന്ത് ചെയ്യണം? ക്ലോക്കിലും വാച്ചിലായാലും ടൈം നോക്കാൻ വേണ്ടി പഠിക്കണം അല്ലേ? ഒരു ദിവസം എത്ര മണിക്കൂറാണ്? വൺ ഡേ ഹാസ് 24 hours അല്ലേ? 24 മണിക്കൂർസ് ഉണ്ടല്ലേ? 25 ആണോ ബിയോണ? 24 അല്ലേ? നമുക്ക് മിസ്സിനെല്ലാം 24 ഉള്ളൂ. ബിയോണക്ക് 25 ആണെന്ന് മാറിപ്പോയി അടിച്ചത്. ഹായ്. അപ്പൊ 24 hours ആണല്ലേ? വൺ ഡേ ഹാസ് 24 hours അല്ലേ? ആണോ? 24 hours ആണോ? ഇപ്പൊ എത്ര ടൈമായി നിങ്ങൾക്ക് അറിയോ? 8:59 ആയല്ലേ?
ഓക്കെ ഗുഡ്. അത് ഫോണിൽ നോക്കിയിട്ടല്ലേ, ക്ലോക്കിൽ നോക്കിയിട്ട് പറയാൻ അറിയോ? 8:59. ആ പക്ഷെ ക്ലോക്കിൽ നോക്കോ നിങ്ങള്? ക്ലോക്കിൽ നോക്കി പറയോ? ഇപ്പം ഇല്ല അല്ലേ? 9:01. അപ്പൊ മിസ് ക്ലാസ് ഇപ്പൊ കഴിയാറായി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സമയത്തെ കുറിച്ച് പഠിക്കാട്ടോ. ഓക്കെ. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് ടൈം എന്നുള്ള പാഠം എടുത്തിട്ട് പഠിച്ചിട്ട് വരാം. അപ്പൊ അതിനു മുന്നേ ഞാൻ ക്ലാസ് ഗ്രൂപ്പില്, നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഒരു ഹോംവർക്ക് തരുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ ലെസണുമായി ബന്ധപ്പെട്ട ഒരു ഹോംവർക്ക്, കഴിഞ്ഞ ലെസണുമായി ബന്ധപ്പെട്ടത് ഷേപ്സ്. വാട്ട് വിൽ കം നെക്സ്റ്റ്, ഡ്രോ ഇറ്റ്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരക്കണം, നോട്ട്ബുക്കിലേക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് അപ്പോഴേക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോ ചെയ്യണം, നാളത്തേക്ക് ചെയ്തു വെക്കുക. മറന്നു പോവോ? അതിന്റെ ഉള്ളില് ഷേപ്സ് ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാട്ടോ. ഓക്കെ. ബാക്കി Yes, ഫസ്റ്റ് സെമസ്റ്റർ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് ഒന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക. മിസ് അതിന്റെ ഫോട്ടോ അയച്ചു തന്നേക്കാം, ഏത് പേജ് ആണെന്നില്ല കേട്ടോ. നോട്ട്ബുക്കിലാണ് ചെയ്യേണ്ടത്, നോട്ട്ബുക്കിലാണ് നല്ല വൃത്തിയിൽ വരക്കുക കേട്ടോ. ഓക്കെ. എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്തിരുന്നല്ലോ. ഓക്കെ, ബൈ, സീ യു, ബൈ ബൈ. ബൈ ബൈ. മക്കളെല്ലാരും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബൈ ബൈ ബൈ. മദ്രസയിൽ നിന്ന് പോയിട്ട് വന്നവരെല്ലാം വേഗം ബ്രേക്ക്ഫാസ്റ്റ് തരാൻ പറ അമ്മയോട്. കീർത്തി